Phonetics deals with the study of speech sounds, with the production, transmission and reception of the speech sounds. അതായത് ലാംഗ്വേജ് എന്നത് നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ലൈഫിലെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്. നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ലാംഗ്വേജ്. അതില്ലാതെ നമുക്ക് മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ലാംഗ്വേജിനെ പറ്റിയുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ലിംഗ്വിസ്റ്റിക്സ് ഇസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. അപ്പം ഫിസിക്സ് അതുപോലെ കെമിസ്ട്രി ഇതുപോലെയൊക്കെ ലാംഗ്വേജിനെ പറ്റിയുള്ള ഒരു പഠനമാണ് ലിംഗ്വിസ്റ്റിക്സ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഫോണിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോണിറ്റിക്സിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ഫോണിറ്റിക്സ് എന്ന ആ ഒരു ശാഖ ഡീൽ ചെയ്യുന്നത് നമ്മൾ എങ്ങനെ സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മളെങ്ങനെ പറയുന്നു, അതെങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, മറ്റൊരാളിലേക്ക് എങ്ങനെ എത്തിച്ചേരുന്നു, ആ ആൾ അതെങ്ങനെ സ്വീകരിക്കുന്നു. പ്രൊഡക്ഷൻ, ട്രാൻസ്മിഷൻ, റിസപ്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ് യൂസ്ഡ് ഇൻ ദി ഹ്യൂമൻ സ്പീച്ച്, അതാണ് ഫോണിറ്റിക്സ് എന്ന് പറയുന്നത്. Phonetics is the study of the sounds used in speech, focusing on how they are produced, transmitted and heard. ഫോണറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ ഉള്ള സ്പീച്ച് സൗണ്ട്സിനെ പറ്റിയുള്ള ആഴത്തിലുള്ള പഠനമാണ്. എങ്ങനെയാണ് നമ്മൾ ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത്, മറ്റുള്ളവരത് എങ്ങനെയാണ് കേൾക്കുന്നത്, ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്നത്. The phonetic alphabet, especially the International Phonetic Alphabet IPA, provides a consistent and detailed system for representing the sounds of any language. International Phonetic Alphabet നമുക്ക് ഈ ഫോണറ്റിക് സ്ക്രിപ്റ്റ് നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ പറയുന്ന ആ സൗണ്ടിനുള്ള സ്ക്രിപ്റ്റ് നമുക്ക് എഴുതുന്നതായിട്ട് നിങ്ങൾ ഇനി പഠിക്കും. Understanding phonetics enhances pronunciation, listening skills and overall communication in English. ഫോണറ്റിക്സിനെ പറ്റിയുള്ള പഠനം നമ്മുടെ പ്രൊനൗൺസിയേഷനെ ഇംപ്രൂവ് ചെയ്യും, അതുപോലെ ലിസണിങ് സ്കില്ല് നമ്മൾ കേൾവിയെ ഇംപ്രൂവ് ചെയ്യും, അതുപോലെ ഓവറോൾ കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷിൽ നമ്മുടെ സംസാരശേഷിയൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ ഇത് സഹായിക്കും. The English alphabet consists of 26 letters, 5 vowels and 21 consonants. നമുക്ക് എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷിൽ 26 letters ആണുള്ളത്, 5 vowels, 21 consonants. However, there is no one-to-one correspondence between the letters and sound in English. A single letter can represent different sounds and the same sounds can be spelled in various ways. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സൗണ്ട്സിനും ഉള്ള ലെറ്റേഴ്സ് 26 കൊണ്ട് മതിയാവില്ല. അതായത് 26 ലെറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരക്ഷരം തന്നെ പല ഫോമിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. അത് നോക്കാം. ഫോർ എക്സാമ്പിൾ, സി ഇൻ ക്യാറ്റ്, നമ്മൾ ക്യാറ്റ് എന്നാണ് സി ഉപയോഗിച്ച് ക്യാറ്റ് എന്ന വാക്ക് പ്രൊനൗൺസ് ചെയ്യുന്നു. കെ ഇൻ കിങ് ആൻഡ് സി ഇൻ ഒക്കേഷൻ ആൻഡ് CH ഇൻ കെമിസ്ട്രി. ഇവിടെ സി എന്ന ഒരു സിംഗിൾ വേർഡ് ഡിഫറെൻറ്റ് ടൈപ്പിലാണ് ഇവിടെ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇൻ കെമിസ്ട്രി ഓൾ റെപ്രസെന്റ് ദ സെയിം സൗണ്ട് കെ. ക്യാറ്റ്, കിങ്, ഒക്കേഷൻ, കെമിസ്ട്രി. The combination of letters OUGH can be pronounced differently in thought, through and rough. ഈ 4 വാക്കുകളിലും OUGH എന്നത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. Therefore, it is not always possible to determine the pronunciation of a word based solely on its spelling. അപ്പോൾ സ്പെല്ലിംഗ് വെച്ച് മാത്രം നമുക്കൊരു വാക്കിനെ പ്രൊനൗൺസ് ചെയ്ത് ശരിയാക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ്റെ ഇമ്പോർട്ടൻസ്. The concept of fish can be spelled as Koti in a funny illustration of the illogical and unphonetic aspect of English pronunciation. Here is how it works. അപ്പോൾ ഫിഷിനെ ഗോട്ടി എന്ന ഒരു തമാശയ്ക്ക് ഒരു ഫണ്ണി ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷനിൽ പറയാറുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. GH make F sound in enough and tough. ടഫ് എന്ന വാക്ക് അല്ലെങ്കിൽ ഇനഫ് എന്ന വാക്കിൽ നമ്മൾ GHന് അവിടെ F, ടഫ്, ഇനഫ് അവിടെ ഏതാണ് എഫ് ആണ് നമ്മൾ അവിടെ GH കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഫിഷിന്റെ എഫിന്റെ അവിടെ GH ഇട്ട് കൊടുക്കുക. O represent the I sound in women ഷോർട്ട് E, women. അപ്പോൾ അവിടെ ഫിഷിന്റെ അവിടെ E എന്നുള്ളിടത്ത് O ഇട്ട് കൊടുത്തു. TI makes
സൗണ്ട് ഇൻ നേഷൻ, ഷൻ ഓർ ആക്ഷൻ. അവിടെ ഷ എന്നുള്ളിടത്ത് ടി ഐ. അപ്പൊ അതാണ് ഗോട്ടി എന്ന് പറയുന്നത്. അതൊന്ന് എഴുതി നോക്കിയാൽ നമുക്കറിയാം. ഇനഫിന്റെ അവിടെ വരുന്ന എഫ് സൗണ്ടിന് പകരം ജി എച്ച് ഇട്ട് കൊടുത്തു. ഈ ഫിഷിന്റെ ഐ വരേണ്ടടുത്ത് ഒ ഇട്ട് കൊടുത്തു. ടി ഐ ഫിഷ് എന്ന ആ ഒരു എൻഡ് സൗണ്ട് വരുന്നിടത്ത് എസ് ടി ഐ കൊടുക്കുന്നു. അതാണ് ഗോട്ടി എന്ന് പറയുന്നത്. ഒരു ഫണ്ണി ഇലിസ്ട്രേഷൻ ആണ്. ഇനി നിങ്ങൾക്ക് ഓഡിയോയിൽ കേൾക്കാവുന്നതാണ് സെയിം ലെറ്റേഴ്സ് തന്നെ ഡിഫറെൻ്റ് ആയിട്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലെറ്റർ എ ക്യാറ്റ്, കേക്ക്, ഫാദർ, ഇയർ, എലോൺ. ലെറ്റർ എസ് സെയിം ഷുഗർ, മ്യൂസിക്, വിഷൻ. ലെറ്റർ ജി ഗോ, ജയന്റ്. അതായത് ഇംഗ്ലീഷിൽ 26 ലെറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സൗണ്ട്സിനുമുള്ള ലെറ്റേഴ്സ് ഇല്ല. അപ്പോൾ ഇവിടെ എ എന്ന ഒരു അക്ഷരം ക്യാറ്റിലും കേക്കിലും എലോണിലും ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ കുറച്ചും കൂടി നമുക്ക് ക്ലാരിറ്റി വരുന്നതാണ് സെയിം, ഷുഗർ, മ്യൂസിക്, വിഷൻ. ഈ 4 വാക്കിലുമുള്ള എസിന് 4 തരത്തിലുള്ള പ്രൊനൗൺസിയേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അടുത്തത് സെയിം സൗണ്ട് ആയിരിക്കും, പക്ഷെ ഡിഫറെൻ്റ് സ്പെല്ലിംഗ് ആയിരിക്കും. അടുത്ത ഓഡിയോ എന്ന് പറയുന്നത് സെയിം സൗണ്ട് ആണ്, പക്ഷെ ഡിഫറെൻറ്റ് സ്പെല്ലിംഗ് ആണ്. നോക്കിയേ, എഫ് ഫിഷ്, ഫോൺ, കഫ്. ഫിഷിലും ഫോണിലും കഫിലും നമ്മൾ പറയുമ്പോൾ എഫ് എന്ന സൗണ്ട് വരുന്നുണ്ട്. പക്ഷെ ഈ 3 വാക്കിലും എഫിന് സെയിം സ്പെല്ലിങ് അല്ല. എഫ് അല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിൽ എഫിന് പകരം പി എച്ച് ആണ്. കഫില് ഏതാണ്? ജി എച്ച് ആണ്. അതുപോലെ കെ സൗണ്ട്. ക്യാറ്റിൽ കൈൻഡ്, ഒക്കേഷൻ. ഈ 3 വാക്കിലും ഡിഫറെൻറ്റ് സ്പെല്ലിംഗ് ആണ്. These examples illustrate the complexity of English spelling and pronunciation. ഈ എക്സാമ്പിൾസ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇംഗ്ലീഷിൽ പ്രൊനൗൺസിയേഷനും സ്പെല്ലിങ്ങും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതുപോലെ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. Highlighting the challenges in mastering the languages for English language for learners. ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മാസ്റ്ററി ആവണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ മികച്ചതാവണമെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ലാംഗ്വേജ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. There is no relation between spelling and pronunciation. The IPA, International Phonetic Alphabet, includes 44 sounds that represent every distinct sound in English. നമുക്കറിയാം 26 ലെറ്റർ ഉപയോഗിച്ച് നമ്മൾ പറയുന്ന എല്ലാ വാക്കിനെയും എഴുതാൻ പറ്റില്ല, എല്ലാ സൗണ്ടിനെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഫോണറ്റിക് ആൽഫബറ്റ് 44 സ്പീച്ച് സൗണ്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്പീച്ച് സൗണ്ട്സിനും അതിൻ്റെതായ ഡിസ്റ്റിങ്ക്ട് ട്രാൻസ്ക്രിപ്ഷനും ഉണ്ട്. ഇംഗ്ലീഷ് comprises 20 vowel sounds and 24 consonant sounds. In the phonetic lab, we will explore these 44 sounds over the course of 5 units. അപ്പോൾ ഇനി ഇംഗ്ലീഷ് ലാബിൽ ഇനി വരുന്ന 5 യൂണിറ്റ്സിൽ കൂടി നിങ്ങൾ ഈ പ്രൊനൗൺസിയേഷനും ഈ സ്പെല്ലിങ്ങും തമ്മിലുള്ള ഈ ഡിഫറൻസും അതുപോലെ തന്നെ ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷനും മനസ്സിലാക്കും. Vowel sounds. Vowel sounds are produced when the airflow from the lungs passes freely through the vocal tract without any significant blockage. നമ്മളൊരു ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസകോശമടക്കം, ശ്വാസനാളമടക്കം പല അവയവങ്ങൾക്കും അതിനകത്ത് പങ്കുണ്ട്. നമ്മളൊരു ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ശ്വാസനാളത്തിലൂടെ ആ ഒരു എയർ ഫ്ലോ പുറത്തേക്ക് വരുന്നു. ലങ്സിൽ നിന്ന്, ശ്വാസകോശത്തിൽ നിന്ന്, ലങ്സിൽ നിന്ന് ആ എയർ ഒരു ബ്ലോക്കേജും ഇല്ലാതെ, അതായത് എങ്ങും തട്ടാതെ ഫ്രീ ആയിട്ട് പുറത്തേക്ക് വരുന്നു. അപ്പോൾ വിത്തൗട്ട് എനി സിഗ്നിഫിക്കൻറ്റ് ബ്ലോക്കേജ്. ദ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ ഓഫ് ദീസ് സൗണ്ട്സ്. അപ്പോൾ നമ്മുടെ ത്രോട്ടിൽ അവിടെയായിട്ടുള്ള ഒരു അവയവമാണ് വോക്കൽ കോഡ്സ്. അപ്പോൾ ചില സൗണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനൊരു വൈബ്രേഷൻ ഉണ്ടാവും, ചിലവയ്ക്ക് ആ വൈബ്രേഷൻ ഇല്ല. അങ്ങനെയുള്ള വൈബ്രേഷനോട് കൂടി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സിനെയാണ് വൗവൽ സൗണ്ട്സ് എന്ന് പറയുന്നത്. അങ്ങനെ 12 പ്യുവർ വൗവൽസ് ഇംഗ്ലീഷിലുണ്ട്. ഇവിടെ 6 വൗവൽസിനെ പറ്റിയാണ് പറയുന്നത്. അതായത് വൗവൽ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലങ്സിൽ നിന്ന് എയർ ഒരു ബ്ലോക്കേജും ഇല്ലാതെ ഫ്രീ ആയിട്ട് പുറത്തേക്ക് വരും ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യും. അതിനെയാണ് വൗവൽ സൗണ്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന 6 സൗണ്ട്സ് ഇതൊക്കെയാണ്: ഇ,
ഇ, എ, ആ, ഒ, ഓ. ഇതാണ് ഇവിടെ ഈ യൂണിറ്റിലുള്ള 6 പ്യുവർ വോവൽ സൗണ്ട്സ് ഉപയോഗിക്കുന്നു. അതിനകത്ത് 3 ഫോമാണ് പ്രധാനമായിട്ടുള്ളത്. ഹാവ്, ഹാസ്, ഹാവ്, ഹാഡ്. ഡു, ഡുവിൻ്റെ 3 ഫോം ഡു, ഡസ്, ഡിഡ്. ബി ഫോം ആം, ഈസ്, ആർ, വാസ്, വെയർ, ബി, ബീങ്, ബീൻ. ഇനി ഫങ്ഷൻസ് ഓഫ് പ്രൈമറി ഓക്സിലറി വെർബ്സ്. ഓക്സിലറി വെർബിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഓക്സിലറി വെർബ്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോമിങ് ഡിഫറെൻറ്റ് ടെൻസസ്. പല ടെൻസിലുള്ള സെൻറ്റൻസുകൾ രൂപീകരിക്കുക. ഇവിടെ തന്നിരിക്കുന്നു അക്സാന ഈസ് റീഡിങ് എ ബുക്ക്. ഇപ്പോൾ വായിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ദേ ഹാവ് ഫിനിഷ്ഡ് ദ പ്രൊജക്ട്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ പാസ്റ്റ് ടെൻസിലെ രൂപീകരിക്കാം. ഫ്രെയിമിംഗ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻട്രോഗേറ്റീവ് കൺസ്ട്രക്ഷൻസ്, അതായത് ക്വസ്റ്റ്യൻസ് നമുക്ക് നിർമ്മിക്കാം. ഡു യു ലൈക്ക് പിസ്സ? ഇവിടെ ഡു ഫോം ആണ് ചോദിക്കുന്നത്. പിസ്സ നിനക്ക് ഇഷ്ടമാണോ? ഹൗ ദേ അറൈവ്ഡ്? അവർ വന്നോ? അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാനും നമുക്ക് ഓക്സിലറി വെർബ്സിനെ ഉപയോഗിക്കാം. ദെൻ ഫോമിംഗ് നെഗറ്റീവ് കൺസ്ട്രക്ഷൻസ്, നെഗറ്റീവ് സെൻറ്റൻസുകൾ നിർമ്മിക്കാൻ. കാവ്യ ഡസ് നോട്ട് നോ ദ ആൻസർ. വിസ്മയ ഹാസ് നോട്ട് വാച്ച് ദ മൂവി. അപ്പോൾ കാവ്യയ്ക്ക് അതിൻ്റെ ആൻസർ അറിയില്ല. വിസ്മയ സിനിമ കണ്ടിട്ടില്ല. ഫോർത്ത് വൺ, ഫങ്ഷനിങ് ആസ് മെയിൻ വെർബ്സ്. ദേ ഷോ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, ആക്ഷൻ ആൻഡ് പൊസഷൻസ്. ഏത് അവസ്ഥയിലാണ് ഇപ്പോൾ ഒരാൾ ഉള്ളത്, അതുപോലെ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, അവരുടെ പൊസഷൻ, അവർക്ക് സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സ്വന്തം എന്ന് പറയാവുന്നത്. അപ്പം ഇങ്ങനെയുള്ള ബീയിങ്, ആക്ഷൻ, പൊസഷൻ ഇതിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് ഓക്സിലറി വെർബ്സ് ഉപയോഗിക്കാം. അതിൻ്റെ 3 എക്സാമ്പിൾ ഉണ്ട്. ശ്രേയ ഈസ് എ സിംഗർ. ശ്രേയ ഒരു പാട്ടുകാരിയാണ്. അത് അവരുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. അമാൽ ഡിഡ് ഹിസ് ഹോംവർക്ക്, ആക്ഷൻ. അമാൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് എ കാർ. എനിക്ക് എന്താണുള്ളത്? ഒരു കാർ, പൊസഷൻ. അപ്പോൾ ഈ 4 പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് ആണ് ഓക്സിലറി വെർബ്സിന് ഉള്ളത്. Introducing oneself is one of those unavoidable experiences that everyone encounters. It provides a chance to present yourself in a manner that leaves a lasting and positive impression. Typically, it includes sharing your name, background, and key details about your role, experience, or purpose, tailored according to the situations where you have introduced yourself. A well crafted self introduction allows you to highlight your strengths and shape how your audience perceives you. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു കാര്യമാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. അതായത് നമ്മൾ സ്വയം പരിചയപ്പെടുത്തുക ഒരു പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ. അപ്പോൾ അത് നമ്മളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ്. അത് നമുക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അവരിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. അതുപോലെ അതൊരു പോസിറ്റീവ് ആയിരിക്കണം. ആ ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ സാധാരണയായി നമ്മൾ നമ്മുടെ പേര് പറയും, നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്, അതുപോലെ നമ്മുടെ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതാണ് പ്രധാനമായിട്ടും നമ്മൾ സാധാരണ ഇതിനകത്ത് ഉൾപ്പെടുത്താറുള്ളത്. അപ്പം വളരെ വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സ്ട്രെങ്ത് കൂടി ഹൈലൈറ്റ് ചെയ്യുന്ന ഒന്നായിരിക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെയാണ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തേണ്ടത് എന്നതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. സ്റ്റാർട്ട് വിത്ത് ഗ്രീറ്റിംഗ്സ്. എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ഗ്രീറ്റ് ചെയ്തുകൊണ്ട് വേണം ഒരു കോൺവെർസേഷൻ തുടങ്ങാൻ. അതുപോലെ തന്നെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷനും. ഇപ്പോൾ ഗുഡ് മോർണിംഗ്, ഹലോ, ഹൗ ആർ യു. അങ്ങനെ ഇൻഫോർമൽ ആണ്. നമ്മളൊക്കെ അത്ര ഫോർമൽ ആയിട്ടുള്ള ഒരു ഓഫീസ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല എങ്കിൽ നമുക്ക് ഹായ് അല്ലെങ്കിൽ ഹ ദയർ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാം. അതിനുശേഷം നമുക്ക് നമ്മളെ പരിചയപ്പെടുത്താം. സ്റ്റേറ്റ് യുവർ നെയിം. ഐ ആം, നമ്മുടെ പേര് പറയാം. അല്ലെങ്കിൽ മൈ നെയിം ഈസ്, അല്ലെങ്കിൽ ദിസ് ഈസ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാം. ദെൻ സ്റ്റേറ്റ് യുവർ ലൊക്കേഷൻ. നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. ഐ ആം ഫ്രം, എങ്കിൽ ഐ ഹെയിൽ ഫ്രം. ഐ വാസ് ബോൺ ആൻഡ് റേസ്ഡ് ഇൻ കേരള, അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഐ വാസ് ബോൺ ഇൻ ഇന്ത്യ ബട്ട് റേസ്ഡ് ഇൻ ദി UAE. ചിലർ ഇവിടെ ആയിരിക്കും ജനിച്ചിട്ടുണ്ടാവുക, പക്ഷെ പിന്നീട് വളർന്ന് പുറത്തായിരിക്കും. അങ്ങനെയുള്ളവർക്കാണ്. ഐ ഗ്രൂ അപ്പ് ഇൻ കേരള ബട്ട് നൗ ലീവ് ഇൻ ചെന്നൈ. അതല്ല, ഇവിടെ ബോൺ ആൻഡ് ബോട്ടപ്പ് ആണ്, പക്ഷെ പുറത്താണ് ഇപ്പോൾ ജീവിക്കുന്നതെങ്കിൽ അങ്ങനെ. ഐ ആം ഒറിജിനലി ഫ്രം എറണാകുളം ബട്ട് നൗ ഐ ആം ബേസ്ഡ് ഇൻ ചെന്നൈ. നെക്സ്റ്റ്, മെൻഷൻ യുവർ പൊസിഷൻ, അഫിലിയേഷൻ ഓർ പർപ്പസ്. നമ്മൾ ഇപ്പോൾ എന്തിനാണ്
അവിടെ വരുന്നത്. അപ്പോൾ ഒരു ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം, അതല്ല നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് ഒരു മീറ്റിങ്ങിനോ വല്ലതും ചെന്നതാണെങ്കിൽ ഏത് കമ്പനിയിൽ നിന്നാണ് വരുന്നത്, അങ്ങനെ. ഐ വർക്ക് അറ്റ് ആ കമ്പനിയുടെ പേര് പറയുക. അല്ലെങ്കിൽ ഐ ആം എ മാനേജർ അറ്റ് ടാറ്റ മോട്ടോഴ്സ്, ഐ ആം ദ മാനേജർ ഓഫ് ദി മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടാറ്റ മോട്ടോഴ്സ്, ഐ വർക്ക് ആസ് എ ഡെപ്യൂട്ടി മാനേജർ അറ്റ് ടാറ്റ മോട്ടോഴ്സ്. നമ്മുടെ ആ കറന്റ് ആയിട്ടുള്ള പൊസിഷൻ, നമ്മൾ ചിലപ്പോൾ മീറ്റിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ പല ഓഫീസിൽ നിന്ന് വന്നവരുണ്ടായിരിക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു പൊസിഷൻ മെൻഷൻ ചെയ്യുക. അടുത്തത് നമ്മുടെ ക്വാളിഫിക്കേഷൻസ്. ഒരു ജോബ് ഇൻ്റർവ്യൂവിനാണെങ്കിൽ ഉറപ്പായിട്ടും ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു ഏരിയയാണ്. I am a commerce graduate. I have a Bachelor of Arts degree in economics. I am a postgraduate in commerce. I am currently taking a course in data analytics. അപ്പോൾ നമ്മൾ ഏറ്റവും ജോബ് ഇൻ്റർവ്യൂവിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. ദെൻ നെക്സ്റ്റ് ഫാമിലി ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മളുടെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? ഐ ബിലോങ് ടു എ ഫാമിലി ഓഫ് 6 members. 6 അംഗങ്ങളുള്ള ഒരു ഫാമിലിയിലാണ് ഞാൻ. അല്ലെങ്കിൽ വി ആർ എ ഫാമിലി ഓഫ് 5. എൻ്റെ വീട്ടിൽ 5 അംഗങ്ങളാണുള്ളത്. ഐ എം വൺ അമംഗ് 4 സിബ്ലിങ്സ്. സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ. അപ്പം ഞാൻ 4 സഹോദരങ്ങളിൽ ഒരാളാണ്. ഐ ആം ദ എൽഡസ്റ്റ് അമംഗ് 3 ചിൽഡ്രൻ. ഐ ആം ആൻ ഓൺലി ചൈൽഡ്. ഐ കം ഫ്രം എ ഫാമിലി ഓഫ് മ്യൂസീഷ്യൻസ്, അതല്ലെങ്കിൽ ടീച്ചേഴ്സ്. എൻ്റെ ഫാമിലിയിലുള്ളവർ ഏത് തരത്തിലുള്ള ജോബാണ് കൂടുതൽ പേര് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത്. അപ്പോൾ നമുക്ക് എത്ര സഹോദരങ്ങളാണുള്ളത്, നമ്മുടെ പേരൻസിനെ പറ്റിയുള്ള 1-2 സ്റ്റേറ്റ്മെന്റ് ആവാം, അവരുടെ പ്രൊഫഷനെ പറ്റിയാവാം. അപ്പം ഫാമിലി ഡീറ്റെയിൽസ് മസ്റ്റ് ആണ്. ദെൻ ഹോബീസ്, നമ്മൾ ഒഴിവ് സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. ഐ റിയലി ലൈക്ക് എൻജോയ് പ്ലേയിങ് ഫുട്ബോൾ ഓർ ക്രിക്കറ്റ്. ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഫുട്ബോൾ. ഐ എം എ കീൻ ടെന്നീസ് പ്ലെയർ. ഐ എം പാഷനേറ്റ് അബൌട്ട് റീഡിങ്. അപ്പോൾ നമ്മുടെ ഹോബീസ് എന്താണ് എന്നതിനെ പറ്റി പറയാം.